ഒരു സെൽഫി എടുത്തോട്ടെ? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? ഞങ്ങളുടെ അനുവാദം കൂടാതെ ഞങ്ങളുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തിയന്. അയ്യോ സിസ്, ചതിക്കല്ലേ. സിസോ? സിസ്റ്ററെ. ചാരോ? എന്റെ പാപ്പ ചാരനാണാ? അല്ലുമ്മ കഴിഞ്ഞ്. ഉമ്മ പെറ്റതാണല്ലോ ഈ. ബാക്കി അങ്ങോട്ട് വായിക്കടാ. അതല്ലുമ്മ, ക്ഷയം. ഓളുടെ ചിലപ്പോ ഓട കാര്യായിരിക്കും. വായിക്കും. കിട്ടി ഉമ്മ, കിട്ടി. 3-ാം തീയതി പാപ്പ നാട്ടിലെത്തും. നാട്ടിലേക്ക് 2. നാട്ടിലേക്ക് 2. ഇനി നാട്ടിലേക്ക് 2 പെട്ടി അയച്ചെന്നായിരിക്കും. അല്ലുമ്മ, ചിലപ്പോ 2-ാം തീയതി വരുമെന്നാണെങ്കിലാ. ചിലപ്പോ ആയിരിക്കും. ഈ വേറെ എന്തെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക് നമുക്ക്. അല്ലടാ, അപ്പൊ ഈ ചാരവും വിഷമൊക്കെ എന്താണ്? എന്റെ ബാപ്പാക്ക് എന്താടാ പറ്റിയത്? ഒരു പിടിയും കിട്ടില്ലുമ്മ. വന്നാ കാണാം. അല്ലാ, ഒന്നും പറ്റണില്ല. കീറണ്ടായിരുന്നു. അതെ അതെ, അവളറിയരുത്. രഹസ്യമായിരിക്കണം. നിന്റെ വാപ്പായെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ കൊണ്ടുവരണം. അവൾ അറിയരുത്. കുഞ്ഞിക്കാതരക്ക 2-ാം തീയതി ഇവിടെ കാണും. എന്റെ കുഞ്ഞിന് എന്റെ വാപ്പാനെ കാണാലോ. എന്റെ വാപ്പയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. പക്ഷെ എന്റെ ശുക്കൂറേ, കത്തിന്റെ പകുതി ഓളെ കയ്യിലല്ലേ? അതിലെന്താ എഴുതിയിരിക്കണെന്ന് നമ്മക്കറിയില്ലല്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ടല്ലോ അബു. പകുതി കത്ത് അപ്പുറത്തല്ലേ? സ്വർണത്തിന്റെ കാര്യമൊക്കെ ചിലപ്പോ അതിലായിരിക്കോ? ഉമ്മ, ഈ കത്തിന്റെ ബാക്കി കിട്ടിയില്ല. എന്താണ് എഴുതിയിരിക്കണെന്ന് അറിയാൻ പറ്റൂലേ? എന്തിയും ആ കത്ത് നമുക്ക് പൊക്കാം. എങ്ങനെ? അവിടുന്ന് കത്ത് വെക്കണ കാര്യം ഞാൻ ഏറ്റു. ആ തള്ള ഏകദേശം 10 മണിക്ക് കിടക്കാൻ പോകും. പിന്നെ അവിടെ അവൻ മാത്രമേ കാണൂ. ആ ശുക്കൂറേ, ആ അബു അവിടെ ഇല്ലാത്ത നേരത്ത് വേണം നമുക്ക് കത്ത് വെക്കാൻ. അത് പ്രശ്നമുള്ള കാര്യമില്ലുമ്മ. അതിന് വഴിയുണ്ട്. അബു, കത്തെടുക്കാനുള്ള വഴി നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ചുരുക്കം പറഞ്ഞാൽ താനാണ് ഇരുതല മൂരി. കായംകുളം വാളെന്നും പറയും. അപ്പുറവും നിൽക്കും ഇപ്പുറവും നിൽക്കും. ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തലയെ മുണ്ടിട്ട് വന്നത്. എടോ, താൻ മുണ്ടിട്ട് വന്നാലും മുണ്ടിടാതെ വന്നാലും കേരളത്തിൽ തന്നെ പോലെ ഒരേ ഒരാളേ ഉള്ളൂ. ഒരേ ഒരു പാച്ചു. തരികിടക്ക് കഴിയും കാലം വെച്ചവൻ. ഞാനൊരു പ്രധാന കാര്യം പറയാനാ വന്നത്. മെമ്പർക്ക് പ്രയോജനമുള്ള കാര്യമാ. പറയേ. കാണാതായ കുഞ്ഞിക്കാതറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ സമരം ചെയ്യാൻ പോവായിരുന്നല്ലോ. അതിനിടയിൽ കുഞ്ഞിക്കാതറിന്റെ ഒരു കത്ത് വന്നു. അതെ അതെ, ആ കത്ത് ആ കെട്ടിയോളന്മാര് അയാളെ കീറുന്നത് പോലെ കീറി. പക്ഷേ പ്രസിഡന്റ് ഈ വിവരം മണത്തെറിഞ്ഞു പിടിക്കാൻ പിടിക്കണല്ലേ. കീറിയ കത്തിൽ എന്താ വിവരം അറിയണമല്ലോ. അതിനായി അയാൾ ആ സതി മെമ്പറെ അങ്ങോട്ട് അയച്ചിരിക്കുക. ഓ, അങ്ങനെ.